വന്ദേ ഭാരത് എക്സ്പ്രസിലെ ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് യാത്രക്കാരൻ നൽകിയ പരാതിയിൽ കടുത്ത നടപടിയുമായി ഇന്ത്യൻ റെയിൽവേ. റെയിൽവേയുടെ കീഴിലുള്ള IRCTCക്ക് 10 ലക്ഷം രൂപ പിഴ ചുമത്തി. കൂടാതെ ഭക്ഷണ വിതരണം നടത്തിയ സ്വകാര്യ ഏജൻസിക്ക് 50 ലക്ഷം രൂപ പിഴ ചുമത്തുകയും അവരുടെ കരാർ ഉടനടി റദ്ദാക്കാൻ ഉത്തരവിടുകയും ചെയ്തു. മാർച്ച് 15-ന് പട്ന ടാറ്റാനഗർ വന്ദേ ഭാരത് എക്സ്പ്രസിൽ വിളമ്പിയ ഭക്ഷണത്തെക്കുറിച്ചായിരുന്നു യാത്രക്കാരന്റെ പരാതി. റെയിൽവേ സേവനങ്ങളിൽ വിട്ടുവീഴ്ചയില്ല എന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഈ നടപടിയിലൂടെ മന്ത്രാലയം നൽകുന്നത്. റെയിൽവേ പുറത്തുവിട്ട പുതിയ കണക്കുകൾ പ്രകാരം ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തിൽ വലിയ പുരോഗതിയുണ്ടെന്നാണ് അവകാശവാദം. പ്രതിവർഷം ഏകദേശം 58 കോടി മീലുകളാണ് ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്നത്. അമിതവില ഈടാക്കുന്നത് ഉൾപ്പെടെയുള്ള ആകെ പരാതികൾ വെറും 0.0008% മാത്രമാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഇത്തരം പരാതികളിൽ അന്വേഷണം നടത്തി 2.6 കോടി രൂപ പിഴയായി ഈടാക്കിയിട്ടുണ്ട്. 2025-ൽ പാൻട്രി ജീവനക്കാർ യാത്രക്കാരെ മർദ്ദിച്ച 3 സംഭവങ്ങളിൽ പോലീസ് കർശനമായി നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. റെയിൽവേ സമഗ്രമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുള്ള റിഫോം എക്സ്പ്രസ് പദ്ധതിയുടെ ഭാഗമായി 5 പുതിയ പരിഷ്കാരങ്ങൾ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചു. പുതിയ 5 പരിഷ്കാരങ്ങളിൽ 2 ചരക്കു നീക്കത്തെയും 2 യാത്രക്കാരുടെ സൗകര്യങ്ങളെയും 1 നിർമ്മാണ പ്രവർത്തനങ്ങളെയും സംബന്ധിച്ചുള്ളതാണ്. ഇതിൽ 5ാമത്തെ പരിഷ്കാരം ഉപ്പ് ഗതാഗതത്തിന് പ്രത്യേക പ്രാധാന്യം നൽകുന്നു. ഇന്ത്യയിലെ ഉപ്പ് ഉൽപാദനത്തിന്റെ വലിയൊരു ഭാഗം റെയിൽവേ വഴി മാറ്റുന്നതിലൂടെ വരുമാന വർധനവ് ലക്ഷ്യമിടുന്നത്.